സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിവിധ സർവീസ് സംഘടനകളും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്നയാളാണ് ഗവർണർ. ഒട്ടേറെ ഘട്ടങ്ങളിൽ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ വിധികളുണ്ട്. നിയമസഭയിൽ വർഷാദ്യം സമ്മേളനം നടത്തുമ്പോൾ ആദ്യ പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി തന്നെ ചുമതലപ്പെട്ടയാളാണ് ഗവർണർ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് ആരെങ്കിലും എഴുതി തന്നതല്ല. എനിക്ക് ഈ മേഖലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രസംഗമാണ്. ഇന്ന രീതിയിൽ പ്രസംഗിക്കണമെന്ന് ആരും നിർദ്ദേശിക്കാറുമില്ല. എന്നാൽ ഗവർണർ എങ്ങനെ പ്രസംഗിക്കണമെന്ന് മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത്. മന്ത്രിസഭ തീരുമാനിച്ച ആ പ്രസംഗത്തിൻ്റെ കോപ്പി നിയമസഭയിൽ പ്രസംഗിക്കുന്ന ദിവസത്തിനു മുമ്പ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വാക്കുകളിൽ വാചകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സർക്കാരിലേക്ക് എഴുതാം. വീണ്ടും മന്ത്രിസഭ നേരത്തെ തയ്യാറാക്കിയ പ്രസംഗം തന്നെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ മറ്റു നിർവാഹമില്ല. പ്രസംഗിക്കാൻ ബാധ്യതപ്പെട്ട ഒരു അധികാര സ്ഥാനമാണ് ഗവർണർ. കേരള NGO യൂണിയൻ, KSTA, KGOA, CUEO, AKGCT, DYFI, SFI, AKPCTA, KNTEO, FUTA, IHRDU, SFCTSA, CAPESA, KSEA, KGNA, KPSCU, KLSSA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിശാന്ത് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ M. സുഷമ, K. പ്രകാശൻ, വൈഷ്ണവ് പ്രകാശൻ, സരിൻ ശശി, TO വിനോദ് കുമാർ, ഡോക്ടർ ഷനോജ് MP, ഡോക്ടർ മഞ്ജുള K, ഹരീന്ദ്രൻ P, പ്രത്യൂഷ് പുരുഷോത്തമൻ, നന്ദനൻ C, ജിനേഷ് എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി PP സന്തോഷ് കുമാർ സ്വാഗതവും SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് നന്ദിയും പറഞ്ഞു.